എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ലെസൺ 3യിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ 2 ലെസൺസ് കാണാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ലെസൺ 1ഉം ലെസൺ 2ഉം കണ്ടിട്ട് വേണം ഈ എപ്പിസോഡ് കാണാനായിട്ട്. എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ് ലെസൺസ് കണ്ടവർക്ക് നമ്മുടെ ലെസൺ 3യിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈസ്, ആം, ആർ, അല്ല അല്ലെങ്കിൽ ചെയ്യുകയല്ല എന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഈസ്, ആം, ആർ ആണ്, ചെയ്യുകയാണ് എന്നതിന് വേണ്ടിയിട്ടല്ലേ ഉപയോഗിച്ചത്. പക്ഷേ ഇപ്പോൾ നമ്മൾ അതിൻ്റെ നേരെ നെഗറ്റീവ് സെൻറ്റൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഈസ്, ആം, ആർ, അല്ല അല്ലെങ്കിൽ ചെയ്യുകയല്ല എന്നതിന് നമ്മൾ ഉപയോഗിക്കും. പ്രത്യേകിച്ച് പറയാനുള്ളത്, ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകാൻ സാധ്യതയുള്ള സംഭവങ്ങൾ നിങ്ങൾ ഒരു നോട്ടിൽ ഒന്ന് എഴുതി വെക്കണം. എന്നാലേ അടുത്ത ടൈമിൽ നിങ്ങളതെടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകും. ഇവിടെ ശ്രദ്ധിക്കണേ, ഈസ് എന്ന് പറഞ്ഞാൽ ആണ് എന്ന് പറയാനാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ അപ്പോൾ അല്ല എന്ന് പറയുന്നതിന് ഈസിൻ്റെ കൂടെ ഒരു നോട്ടും കൂടെ ചേർക്കണം. ഈസ് നോട്ട്, അല്ല. അതുപോലെ തന്നെ ആം എന്ന് പറഞ്ഞാലും നമ്മൾ ആണ് എന്ന് പറയാനാണ് പഠിച്ചത്. ഇവിടെ നമ്മൾ ഞാനല്ല എന്ന് പറയുന്നതിന് ഐ ആം നോട്ട്, നോട്ടും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കണം. അതുപോലെ തന്നെ ദേ ആർ, അവരാണ്, അല്ലെങ്കിൽ അവരല്ലെന്ന് പറയുന്നിടത്ത് ദേ ആർ നോട്ട്. മനസ്സിലായോ? ഈസിൻ്റെ കൂടെ ആയാലും ആമിൻ്റെ കൂടെ ആയാലും ആറിൻ്റെ കൂടെ ആയാലും നോട്ട് ചേർക്കുമ്പോൾ അവിടെ അല്ല അല്ലെങ്കിൽ ചെയ്യുകയല്ല എന്നുള്ള മീനിങ് ആണ് കിട്ടുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ തന്നെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നിങ്ങൾ ഈ എക്സാമ്പിൾസ് ഉൾപ്പെടെ നോട്ട് ചെയ്ത് വയ്ക്കുന്നതായിരിക്കും നല്ലതേ. ഒന്നാമത്തതേ, ഇത് എൻ്റെ ഫോണല്ല. ഇത് എൻ്റെ ഫോണല്ല. ഇത് എന്നുള്ളതിന് ദിസ്. അപ്പോൾ ഒരു കാര്യമല്ലേ പറയുന്നേ, ഒരു കാര്യത്തെക്കുറിച്ചല്ലേ പറയുന്നത്. അപ്പം ദിസ് ഈസ് അല്ലേ നമ്മൾ ചേർക്കുന്നത്. ദിസ് കഴിഞ്ഞിട്ട് അവിടെ ഈസ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ലെസണിൽ നമ്മൾ പഠിച്ചതാണേ. അപ്പോൾ ഇവിടെ ഇത് എന്നുള്ളതിന് ദിസ് കഴിഞ്ഞിട്ട് ഈസ്. അല്ല എന്നുള്ളതിന് നമ്മൾ ഈസ് കഴിഞ്ഞിട്ട് നോട്ട് ചേർക്കും. പിന്നെ എൻ്റെ ഫോൺ, മൈ ഫോൺ. അല്ല ഉള്ളതിന് നോട്ട് ചേർക്കും, പിന്നെ എൻ്റെ ഫോണൊന്നും കൂടെ. ദിസ് ഈസ് നോട്ട് മൈ ഫോൺ. ഇത് എൻ്റെ ഫോണല്ല. അതുപോലെ തന്നെ അടുത്തത് നോക്കിക്കേ, നിങ്ങൾ അവൻ്റെ സുഹൃത്തല്ല. നിങ്ങൾ എന്നുള്ളതിന് യു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്തേ ചേർക്കോളെന്നാണ് പഠിച്ച കഴിഞ്ഞ ക്ലാസ്സിൽ? ആർ. യുവിൻ്റെ കൂടെ എപ്പോഴും ആറാണ് ചേർക്കുക. യു ആർ. അല്ല എന്നുള്ളതിന് ആറിൻ്റെ കൂടെ ഇപ്പം പഠിച്ച എന്താ? നോട്ട് ചേർക്കണം. യു ആർ നോട്ട് അവൻ്റെ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ നമ്മൾ ഹിസ് എന്ന് പറയുവേ. അപ്പോൾ യു ആർ നോട്ട് ഹിസ് ഫ്രണ്ട്. ഈ ആർ നോട്ട് എന്നുള്ളതിന് നമുക്ക് സിംപിളി ആറിൻറ്റ് എന്ന് പറയാവേ. അതുപോലെ തന്നെ ഈസ് നോട്ട് എന്നുള്ളതിന് നമുക്ക് സിംപിളി ഈസിൻറ്റ് എന്ന് പറയാം. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ നിങ്ങൾ. അടുത്തൊരു എക്സാമ്പിളേ, ഞാൻ വീട്ടിലല്ല. ഞാനെന്ന് വെച്ചാൽ ഐയുടെ കൂടെ എപ്പോഴും ആമു മാത്രമേ വരൂ. അല്ല എന്ന് പറയാൻ നോട്ട്. ഐ ആം നോട്ട് ഹോം. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിയത് അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്സാമ്പിൾസ് ആണ്. ഇനി നമുക്ക് ചെയ്യുകയല്ല, പറയുകയല്ല എന്നൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ട് ഉള്ള എക്സാമ്പിൾസ് നോക്കാവേ. അവൻ പഠിക്കുകയല്ല എന്ന് നമ്മൾ എങ്ങനെ പറയും? അവൻ എന്നതിന് നമ്മൾ ഹീ എന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹീ കഴിഞ്ഞിട്ട് ഈസാണ് വരുന്നത്. അപ്പോൾ അല്ല എന്ന് പറയാൻ നോട്ട്. പഠിക്കുക എന്നതിന് സ്റ്റഡി എന്നാണ് പറയുന്നത്. ഇപ്പം അവൻ പഠിക്കുകയാണ് എന്നെങ്ങനെയായിരുന്നു പറഞ്ഞേ? ഹീ ഈസ് സ്റ്റഡിയിങ്. അപ്പോൾ ഒരു കാര്യം ചെയ്യുകയാണ് എന്ന് പറയുന്നതിന് ആ വാക്കിൻ്റെ കൂടെ INGയും കൂടെ ചേർക്കണം. സ്റ്റഡി എന്നുള്ളത് പഠിക്കുകയാണ് എന്നുള്ളതിന് സ്റ്റഡിയിങ്. അപ്പോൾ പഠിക്കുകയല്ല എന്ന് പറയുമ്പോൾ ഹീ ഈസ് നോട്ട് സ്റ്റഡിയിങ് എന്ന് തന്നെ എഴുതും കേട്ടോ. ആ വാക്കിൻ്റെ കൂടെ ING ഉറപ്പായിട്ടും ചേർക്കണം. ഇനി പുതിയൊരു സെൻറ്റൻസ് നോക്കാവേ. അതൊക്കെ അവരുടെ ബാഗുകളല്ല. സിമ്പിളായിട്ടെ, അതൊക്കെ എന്ന് പറയുമ്പോൾ അത് എന്ന് പറയുന്നതിന് നമ്മൾ ദാറ്റ് എന്നാണ് ഉപയോഗിക്കുന്നത്. അത്
ദാറ്റ്. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നതിന് നമ്മൾ ദോസ് എന്നാണ് ഉപയോഗിക്കാറ്. ദോസ്. അപ്പോൾ അതൊക്കെ ദോസ്. അപ്പോൾ ഒത്തിരി ഇല്ലേ, ഒരുപാട് സാധനങ്ങളില്ലേ. അപ്പോൾ 6 അവിടെ വരുന്നത്. 6 നമ്മളെ പഴയ ക്ലാസ് പഠിച്ചവർക്ക് അറിയാമേ. ദോസ് കഴിഞ്ഞ് ആർ അല്ല എന്നുള്ളതിന് നോട്ട്. ദോസ് ആർ നോട്ട് ദെയർ ബാഗ്സ്. അവരുടെ എന്നുള്ളതിന് ദെയർ എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെയർ ബാഗ്സ്. ബാഗ് എന്ന് വെച്ചാൽ ഒരു ബാഗ്, ഒന്നിൽ കൂടുതലുള്ളതുകൊണ്ട് യെസ്സും കൂടെ ചേരും. ബാഗ്സ്. ദോസ് ആർ നോട്ട് ദെയർ ബാഗ്സ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കണം കേട്ടോ. അടുത്തത്, ഞാൻ കത്തെഴുതുകയല്ല. ഞാൻ കത്തെഴുതുകയല്ല. ഞാൻ എന്നുള്ളതിന് ഐ കഴിഞ്ഞിട്ട് നമുക്ക് എന്തേ ചേരത്തുള്ളൂ? ആം മാത്രമേ ഉപയോഗിക്കത്തുള്ളേ. ഐ ആം. അല്ല എന്നുള്ളതിന് നോട്ട്. ഐ ആം നോട്ട്. എഴുതുക എന്നുള്ളതിന് റൈറ്റ്. എഴുതുകയല്ല എന്നല്ലേ പറയണ്ട. അപ്പോൾ ING കൂടെ ചേർത്തിട്ട് റൈറ്റിംഗ് ലെറ്റർ. ലെറ്റർ എന്ന് വെച്ചാൽ കത്ത്. ഐ ആം നോട്ട് റൈറ്റിംഗ് ലെറ്റർ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് കൊടുക്കണം, കമൻറ്റ് ഇടണം. ലെസൺ 1ഉം ലെസൺ 2ഉം കാണാത്തവരാണ് വീഡിയോ കണ്ടതെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് ലെസണുകളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് പോയി കാണണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കായി ഇത് ഷെയർ ചെയ്യുക. ലെസൺ 4മായി ഉടൻ തന്നെ നമുക്ക് വീണ്ടും കാണാം. Thank you.